ഇന്ത്യയുടെ വലിയ സൗഹൃദ രാജ്യമായ അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കുണ്ടായ അപമാനം ചെറുതല്ല. അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് ഇന്ത്യയിൽ എത്തിച്ച വാർത്തകളും ചർച്ചകളുമാണ് ഇപ്പോൾ ഏറെ. അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ എത്തിക്കുമ്പോൾ ഒരു സൗഹൃദ രാജ്യത്തിന്റെ എല്ലാ മാന്യതകളും ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായില്ല? പകരം ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാകുന്ന തരത്തിലുള്ള രീതിയാണ് അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നത്. കുടിയേറ്റക്കാരെ കൈവിലങ്ങുകൾ അണിയിച്ച് ബന്ദിയാക്കി അമേരിക്കൻ സൈനിക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിക്കുന്നു. അമേരിക്കൻ സൈനിക വിമാനം ഇന്ത്യയിൽ എത്തുന്നത് തന്നെ ഒരു നല്ല സൂചനയായിട്ടല്ല തോന്നുന്നത്. ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഒട്ടുമിക്ക വാർത്താ മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ട്രംപിന്റെ നാടുകടത്തൽ ഇത് ആദ്യത്തെ ഒരു കാര്യമൊന്നുമല്ല. കാരണം ഇതിനു മുൻപും ഇത്തരത്തിലുള്ള നാടുകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പുതുമയുള്ള ഒരു കാര്യമൊന്നുമല്ല. ഒരു കാര്യം ആദ്യമേ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നാമത്തെ കാര്യം, അനധികൃത കുടിയേറ്റം എന്നുള്ളത് ഫെഡറൽ നിയമം അനുസരിച്ചിട്ട് ഒരു ക്രൈമാണ്. ഒരു രാജ്യത്ത് നിയമവിധേയമായി താമസിക്കുന്നവരെ കണ്ടെത്തി സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചയക്കുമ്പോൾ എല്ലാ രീതിയിലുള്ള ബഹുമതികളും നൽകിക്കൊണ്ട് പറഞ്ഞു വിടണം എന്നുള്ളത് ഒരു നിയമവും എവിടെയും ഇല്ല. അവർ ചെയ്തിരിക്കുന്നത് ഒരു ബഹുമതി നൽകി ആദരിക്കേണ്ട ഒരു കാര്യവുമല്ല. പകരം എന്താണ്, വലിയൊരു കുറ്റകരമായിട്ടുള്ള ഒന്നാണ് അവർ ചെയ്തിട്ടുള്ളത്. അനധികൃതമായി കുടിയേറി എന്നുള്ളത്. ഇത് വിദേശകാര്യമന്ത്രി ജയശങ്കർ അംഗീകരിച്ച ഒരു കാര്യം കൂടിയാണ്. നാട് കടത്തുമ്പോൾ വിലങ്ങണിയിക്കുന്നത് അമേരിക്കൻ നയം എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് ഇത്തരത്തിൽ ഇന്ത്യക്കാരെ രാജ്യത്ത് എത്തിച്ചതിന് യാതൊരു പരാതിയും ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ വിലങ്ങ് സ്ത്രീകളെയും കുട്ടികളെയും അണിയിക്കരുത്, അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങൾക്കായിട്ട് വിലങ്ങുകൾ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഇന്ത്യയോട് മാത്രമല്ല ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ എല്ലാം ഈ രീതിയിൽ തന്നെയാണ് നാട് കടത്തുന്നത്. എല്ലാ രാജ്യത്തിനും ഇത്തരത്തിലുള്ള രീതി കൈക്കൊള്ളുമ്പോൾ ഇന്ത്യ എന്തിനെ ഒഴിവാക്കണം? മറ്റൊന്ന്, അനധികൃത കുടിയേറ്റക്കാർക്ക് സ്വന്തം ചെലവിൽ വേണമെങ്കിൽ ചാർട്ടർ വിമാനങ്ങളിൽ തന്നെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു അനുവാദമുണ്ട്. യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. അവർക്ക് അങ്ങനെ സ്വന്തം ചെലവിൽ പോവാം. അല്ലാത്തവർക്കാണ് ഈ ഡിറ്റൻഷൻ സെന്ററുകളിൽ കഴിഞ്ഞ് അമേരിക്കൻ ഡിപ്പാർട്ട് രീതിയിൽ തന്നെ അവര് ഡിപ്പോർട്ട് ചെയ്യുന്നത്. യാതൊരു റെസ്ട്രിക്ഷൻസും ഇവിടെ പറയുന്നില്ല. വേണമെങ്കിൽ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട ആ രീതിയിൽ നാട്ടിലേക്ക് പോകാം. പക്ഷെ എന്താണ് സംഭവിച്ചാൽ ആരും ഇതുവരെയായിട്ടും ഇന്ത്യൻ എംബസിയുമായിട്ട് നേരിട്ട് ഇടപെട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കൻ ചെലവിലാണ് നാട്ടിലേക്ക് എത്തുന്നതെങ്കിൽ ഈ രീതിയിലാകും എത്തുക. പക്ഷെ ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യക്ക് അമേരിക്ക ഒരു ബോണസ് നൽകുന്നുണ്ട്. അതായത് അമേരിക്കൻ ഗ്രീൻ കാർഡ് കോട്ടയിലേക്ക് അപേക്ഷിക്കുമ്പോൾ, അതായത് എല്ലാ രാജ്യത്തിനും ഉണ്ട് ഈ അമേരിക്കയുടെ ഇത്രയും ശതമാനം കോട്ട, ഈ ഗ്രീൻ കാർഡ് കോട്ട. അങ്ങനെ ഈ ഗ്രീൻ കാർഡ് കോട്ടയിലേക്ക് അപേക്ഷിക്കുമ്പോൾ ആദ്യ പ്രയോറിറ്റി നൽകുക ഇലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസിനെയാണെന്നുള്ളത്. ഇനി മറ്റൊന്ന്, എന്തുകൊണ്ട് ഇത്തരത്തിൽ വിലങ്ങുകൾ അണിയിക്കാൻ ഉണ്ടായ ഒരു കാരണം, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഹമാസിന് വേണ്ടിയും അതുപോലെ തന്നെ പലസ്തീനു വേണ്ടിയും പ്രകടനമുണ്ടാക്കിയ ക്രിമിനലുകൾ ഈ കൂട്ടത്തിൽ ധാരാളമുണ്ട്. ട്രംപിനെ അപേക്ഷിച്ച് ട്രംപ് അധികാരത്തിൽ പ്രവേശിച്ചപ്പോൾ പ്രധാന ഉദ്ദേശങ്ങൾ ഒന്ന് ഇവർക്കെതിരെ നിയമ നടപടികൾ എടുക്കണമെന്ന് ഉള്ളതായിരുന്നു. മാത്രമല്ല, ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഈ ഒരു കൂട്ടത്തിലുണ്ട്. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കൻ പതാക കത്തിക്കുക, അതുപോലെ തന്നെ മറ്റു പല ക്രൈമുകൾ ചെയ്തവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നിയമവിരുദ്ധമായി അന്യരാജ്യത്ത് കയറി കലാപം ഉണ്ടാക്കുന്നവരെ പുറത്താക്കാനുള്ള അധികാരം അതാത് രാജ്യങ്ങൾക്കുണ്ട്. അതായത് അനധികൃതമായിട്ട് ഒരു രാജ്യത്ത് ചെന്ന് അവിടെ ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയി നിൽക്കുന്ന രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവർ നിൽക്കുന്ന രാജ്യത്തിന്റെ പതാക കത്തിക്കുക തുടങ്ങിയ ചെയ്യുന്നവരെ പിന്നെ ഏത് രീതിയിലാണ് പറഞ്ഞയക്കേണ്ടത്? ഇതിൽ ട്രംപ് എടുത്ത തീരുമാനത്തോട്ട് തെറ്റായി തോന്നില്ല. ഇനി എത്രമാത്രം സൗഹൃദ രാജ്യമാണെങ്കിലും ഒരു രാജ്യത്തെ നിയമത്തെ മാനിക്കണം, അല്ലെ? ഇനി ഇന്ത്യയിലാണ് ഇത്തരത്തിൽ സംഭവിച്ചതെങ്കിൽ നമ്മുടേതായിട്ടുള്ള നിയമങ്ങൾ എടുത്ത് നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോവാം. പിന്നെ കൂടുതലായിട്ടും ഇതിപ്പോൾ ചർച്ചയാകാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ട്രംപ് മോദി സൗഹൃദ ബന്ധം ശക്തമായ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അമേരിക്ക ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ത്യയോട് അമേരിക്ക
യുദ്ധത്തിന് ഉള്ള ഒരു പുറപ്പാടാണോ എന്നുള്ള തരത്തിലൊക്കെ ഇത് എല്ലാവരും കാണുന്നുണ്ട്. ഒന്ന് ആലോചിച്ചാൽ ഒരു രാജ്യത്ത് നിയമപരമായി വന്ന് കുടിയേറ്റക്കാരെയാണ് ആ രാജ്യത്ത് നിലനിർത്തി പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആ രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഇവരെല്ലാം ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റം നടത്തിയവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആർക്കും അറിയില്ല. അവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണോ അതോ അല്ലാത്തവരാണോ എന്നൊന്നും ആർക്കും അറിയില്ല. ഇങ്ങനെയുള്ളവർ ആ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ആ രാജ്യത്തിന് ത്രെട്ടനിങ് ആയി മാറിയാൽ എന്ത് ചെയ്യും? നാളെ അവർ അവിടെ ഒരു കലാപം അഴിച്ചു വിട്ടാൽ ഇന്ത്യ ഒരു പക്ഷേ സമാധാനം പറയേണ്ടി വരുമല്ലോ. ഒരു പക്ഷേ അത് കൂടുതൽ ബന്ധം വഷളാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. ഒന്നുമില്ലെങ്കിലും വിലങ്ങുകൾ വെച്ച് ഇന്ത്യയിലേക്ക് അയച്ച് എന്നല്ലേ ചെയ്തിട്ടുള്ളൂ. ആരെയും മറ്റൊരു രീതിയിലുള്ള ശിക്ഷാവിധികളും അവിടെ നൽകിയിട്ടില്ലല്ലോ. എന്തായാലും ട്രംപ് ഇത്തരത്തിലുള്ള ഈ രീതി ഇന്ത്യയോട് കൈക്കൊണ്ടത് തെറ്റാണെന്നും ശരിയാണെന്നും ഇവിടെ പറയാൻ സാധിക്കില്ല. ഒരു രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഏത് വിധേനയാണ് കുറ്റക്കാർ ആയവരെ തിരിച്ചയക്കേണ്ടത് എന്നുള്ളത് ആ രാജ്യത്തിന്റെ ഒരു പോളിസിയാണ്, ആ രാജ്യത്തിന്റെ തീരുമാനമാണ്. അതാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.